നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് MIT 201 പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന S3 2019 സിലബസ് സ്റ്റുഡൻസ് പഠിക്കുന്ന പേപ്പറിൻ്റെ നാലാമത്തെ മോഡ്യൂൾ കോംപ്ലക്സ് വാരിയബിൾസ് കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ ടെയ്ലർ ആൻഡ് മെക്ലോറൻ സീരീസ് അതിൽ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിന്ന് മാത്രമുള്ള ചോദ്യങ്ങളാണ്. 3 മാർക്കിൻ്റെയും 7 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് ദ മെക്ലോറൻ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സൈൻ സെഡ്. സൈൻ സെഡിന്റെ മെക്ലോറൻ സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് മെക്ലോറൻ സീരീസ് എക്സ്പാൻഷൻ? അതിന്റെ ഫോർമുല നിങ്ങൾ ആദ്യം എഴുതുക. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് സെഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0 പ്ലസ് സെഡ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 plus z cube by 3 factorial into f triple dash of 0 അല്ലേ? ഇങ്ങനെ പോകുന്ന ഈ ഒരു എക്സ്പാൻഷനെയാണ് നമ്മൾ മെക്ലോറൻ സീരീസ് എന്ന് പറയുക. അറ്റ് 0 എബൌട്ട് 0 ആണ് എക്സ്പാൻഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ എഫ് ഓഫ് സെഡ് തന്നിട്ടുണ്ട്. ആ എഫ് ഓഫ് സെഡിൽ നിന്നും ഓരോന്ന് കണ്ടുപിടിക്കുക. എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ സൈൻ സെഡ് ആണ്. അപ്പോൾ ആദ്യം എഫ് ഓഫ് 0 കണ്ടുപിടിച്ചോളൂ. എഫ് ഓഫ് 0 is സൈൻ 0. സൈൻ 0 എന്താ? ഇറ്റ് ഈസ് 0 അല്ലേ? ഇനി എഫ് ഡാഷ് ഓഫ് സെഡ് കണ്ടുപിടിക്കുക. എഫ് ഡാഷ് ഓഫ് സെഡ് സൈൻ സെഡിന്റെ ഡെറിവേറ്റീവ് കോസ് സെഡ്. കോസ് സെഡിന്റെ വാല്യൂ അറ്റ് 0 കോസ് 0 ഈസ് 1. അടുത്തത് എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് കോസ് സെഡിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ സെഡ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 എന്ന് വരും മൈനസ് സൈൻ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് സെഡ് മൈനസ് സൈൻ സെഡിന്റെ ഡെറിവേറ്റീവ് മൈനസ് കോസ് സെഡ്. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 മൈനസ് കോസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. അടുത്തത് ഫോർത്ത് ഡെറിവേറ്റീവ് ഓഫ് സെഡ് എഫ് ഓഫ് സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് സെഡിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ സെഡ് ആവും പ്ലസ് സൈൻ സെഡ് ആവും. എഫ് ഫോർത്ത് ഡെറിവേറ്റീവ് അറ്റ് 0 ഇസ് സൈൻ 0. സൈൻ 0 ഇസ് 0 അഗെയിൻ. ഫിഫ്ത്ത് ഡെറിവേറ്റീവ് കൂടെ എഴുതാം. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഫിഫ്ത്ത് ഡെറിവേറ്റീവ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു കോസ് സെഡ്. Fifth derivative at 0 that is equal to cos 0 equal to 1. ഇത്രയും വാല്യൂസ് ഇനി ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ടാവും. പക്ഷെ തൽക്കാലം ഇത്രയും വാല്യൂസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താ കിട്ടാൻ നോക്കിയേ? സൈൻ സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 പറഞ്ഞാൽ 0 ആണ് പ്ലസ് സെഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0 പറഞ്ഞാൽ 1 ഇൻറ്റു 1 പ്ലസ് സെഡ് സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ആണ് പ്ലസ് 2 ഫാക്ടോറിയൽ ആണ് z cube by 3 factorial into f triple dash of 0 1 minus 1 വരും minus 1 plus z raised to 4 by 4 factorial into fourth derivative 0 ആണ് plus z raised to 5 by 5 factorial into fifth derivative അത് 1 ആണ് plus etc അങ്ങനെ പോകും. that is നമുക്ക് കിട്ടുന്നത് z by 1 factorial minus z cube by 3 factorial plus z raised to 5 by 5 factorial മൈനസ് എക്സെട്ര അങ്ങനെ പുഞ്ഞു സെഡ് റേസ് ടു 7 by 7 ഫാക്ടോറിയൽ. എല്ലാവർക്കും സൈൻ സെറ്റിന്റെ എക്സ്പാൻഷൻ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ അറിയുണ്ടാവും. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടില്ല. ഇത്രയും നിങ്ങൾ ചെയ്യണം. ഇന്നലെ ചെയ്താലേ 3 മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദ മെക്ലോറൻ സീരീസ് എക്സ്പാൻഷൻ ഓഫ് ഇന്റഗ്രൽ 0 to z e raised to minus t square dt. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ e raised to minus t e raised to x എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയുണ്ടാവും. അത് ആദ്യം എഴുതി വെക്കുക. 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതാണ് ഇ റേസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ. ഓക്കെ, സീരീസ് എക്സ്പാൻഷൻ ഇങ്ങനെയാണെന്ന് എഴുതാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇന്റഗ്രൽ 0 to z മെക്ലോറൻ സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇ റേസ് ടു മൈനസ് ടി സ്ക്വയറിനെ ഈ പറഞ്ഞ എക്സ്പാൻഷൻ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാം. ഇന്റഗ്രൽ 0 to z അവിടെ ഇരിക്കട്ടെ. ഇ റേസ് ടു മൈനസ് ടി സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്താൽ 1 പ്ലസ് മൈനസ് ടി സ്ക്വയർ പ്ലസ് മൈനസ് ടി സ്ക്വയർ ബൈ 2 മൈനസ് ടി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് മൈനസ് ടി സ്ക്വയർ ദ ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് മൈനസ് ടി സ്ക്വയർ ഹോൾ റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അങ്ങനെ വരും അല്ലേ, ഇൻറ്റു ഡി ടി. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്താൽ ഇന്റഗ്രൽ 0 to z 1 മൈനസ് ടി സ്ക്വയർ പ്ലസ് ടി റേസ് ടു 4 ബൈ
ഇത് മൈനസ് പ്ലസ് ഔട്ടോ 4/2 പിന്നെ മൈനസ് ടി റേസ് ടു 6 വരും 6/6 ഓക്കെ പ്ലസ് ടി റേസ് ടു 8/24 ഇൻറ്റു 4 നാലാമത്തെ ടേം വേണമെന്നില്ല കേട്ടോ, വലിയ എക്സ്പ്രഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, 1 2 3 എണ്ണമൊക്കെ മതി നമുക്ക്. ഇൻ്റഗ്രേറ്റ് ചെയ്തോളൂ. 1ൻ്റെ ഇൻ്റഗ്രൽ ടി മൈനസ് ടി സ്ക്വയറിന് ഇൻ്റഗ്രൽ t³/3. അടുത്തത് ടി റേസ് ടു 4ൻ്റെ ഇൻ്റഗ്രൽ ടി റേസ് ടു 5/5. ഇവിടെ 5 ഇൻറ്റു 2 10 വരും. ഓക്കെ 3 ഫാക്ടോറിയൽ ഇല്ല, 3 ഉള്ളൂ കേട്ടോ. 3 ഫാക്ടോറിയൽ ഇല്ല, 3 മാത്രമേ വരുള്ളൂ. ഇൻ്റഗ്രേറ്റ് ചെയ്യല്ലേ നമ്മൾ ചെയ്യുന്നത്. അടുത്തത് ടി റേസ് ടു 7/42 അല്ലേ, പ്ലസ് എക്സെട്ര അങ്ങനെ വരും. ഞാൻ ഈ ലാസ്റ്റ് ടേം എഴുതുന്നില്ല. ഇനി ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനെ നമുക്ക് ലിമിറ്റ് കൊടുക്കാം. 0 to z ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ z മൈനസ് z³ പ്ലസ് z റേസ് ടു 5/10 മൈനസ് z റേസ് ടു 7/42 പ്ലസ് എക്സെട്ര അങ്ങനെ വരും. ഇതാണ് ഇതിൻ്റെ ടൈലർ സീരീസ്, മാക്ലോറൻ സീരീസ് എക്സ്പാൻഷൻ. എളുപ്പമല്ലേ ചെയ്യാനായിട്ട്, ബുദ്ധിമുട്ടുകളില്ലല്ലോ. ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് തന്നെ നോക്കി മനസ്സിലാക്കി വയ്ക്കുക. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, f of z equal to z plus 1 by z minus 1 as a Taylor series expand ചെയ്യാണ് വേണ്ടത്. Taylor series expansion about z equal to -1. z equal to -1 ഇത് എക്സ്പാൻഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു കാര്യമേ നിങ്ങൾ ശ്രദ്ധിക്കുക. z equal to -1 എന്ന് പറഞ്ഞാൽ -1 കൊണ്ടുവന്നാൽ z plus 1ൻ്റെ പവർ സീരീസ് എക്സ്പാൻഷൻ ആയിട്ടാണ് നിങ്ങൾ ഇതിനെ എഴുതേണ്ടത് അല്ലേ. z plus 1ൻ്റെ പവർ സീരീസ് എക്സ്പാൻഷൻ. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ ഒന്ന് മോഡിഫൈ ചെയ്യാം. f of z is equal to z plus 1 by z minus 1 എന്ന് പറഞ്ഞ ഫംഗ്ഷനെ z minus 1 plus 1 plus 1 എന്ന് എഴുതാം. ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു -1ഉം +1ഉം ആഡ് ചെയ്തു. ഡിവൈഡഡ് ബൈ z minus 1. ഇത് സ്പ്ലിറ്റ് ചെയ്തോളൂ രണ്ടായിട്ട്. z minus 1 by z minus 1 പ്ലസ് ഇത് 1 plus 1 2 എന്ന് വരും. 2 by z minus 1. അപ്പോൾ ഇതിങ്ങനെ കിട്ടും 1 plus 2 by z minus 1 എന്ന് വരും. പക്ഷെ നമുക്ക് z plus 1ൻ്റെ ടേംസിലാണ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഒരു ചെറിയ മോഡിഫിക്കേഷൻ കൂടെ കൊടുക്കുകയാണ്. 1 plus 2 by z plus 1 ആയിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു z plus 1 minus 1 കൊടുക്കാം. ഇവിടെ ഓൾറെഡി ഒരു -1 ഉണ്ട്, അത് മൈനസ് ആവുകയും ചെയ്യും. ദാറ്റ് ഈസ് ദിസ് ഇസ് 1 plus 2 by z plus 1 minus 2 എന്ന് എഴുതാം. z plus 1 minus 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 plus 2 by ഒരു -2 നിന്ന് ഔട്ട് സൈഡ് എടുത്താൽ -2 ഇൻറ്റു ബാലൻസ് ഈ -2 പോയ സ്ഥലത്ത് 1 എന്ന് വരും. ഇവിടെ -2 ഇല്ല, അപ്പോൾ ഡിനോമിനേറ്ററിൽ -2 വരും അല്ലേ. അപ്പോൾ -z plus 1/2 എന്നും കിട്ടും. ഈ +2 -2 നമുക്ക് കട്ട് ചെയ്യും. ഇവിടെ മൈനസ് ഇവിടെ ഉണ്ടാവും. പിന്നെ ബാലൻസ് വരുന്നത് 1 മൈനസ് ഈ ഡിനോമിനേറ്ററിൽ കാണുന്ന എക്സ്പ്രഷനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകാം ഹോൾ റേസ് ടു -1 കൊടുത്തിട്ട്. അപ്പോൾ 1 മൈനസ് z plus 1/2 ഹോൾ റേസ് ടു -1 വരും. ഇനി 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു -1നെ എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ആ എക്സ്പാൻഷനോട് ഉപയോഗിച്ചാൽ മതി. 1 മൈനസ് ഇവിടെ 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു -1ൻ്റെ എക്സ്പാൻഷൻ ഉപയോഗിക്കുക. 1 പ്ലസ് എക്സ് ആണ് വരിക. അത് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ z plus 1/2 ആണ്. പ്ലസ് എക്സ് സ്ക്വയർ വരും ആദ്യം. z plus 1/2 the whole square. അടുത്തത് ക്യൂബാണ്. z plus 1/2 the whole cube. ഓക്കെ പ്ലസ് എക്സെട്ര അങ്ങനെ വരും. ഈ ബ്രാക്കറ്റിനകത്തേക്ക് മൈനസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ -1 മൈനസ് വരും. അത് രണ്ടും +1ഉം -1ഉം ക്യാൻസൽ ആയി പോകും. എല്ലാ ടേമുകളും നെഗറ്റീവ് ആവും. മൈനസ് z plus 1/2 മൈനസ് z plus 1/2 the whole square മൈനസ് z plus 1/2 the whole cube മൈനസ് എക്സെട്ര അങ്ങനെ പോകും. ഇതാണ് ഇവിടുത്തെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ. ഇത് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻ ഉണ്ട്. 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു -1നെ നിങ്ങൾ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡ് എക്സ് എന്തായിരിക്കണം? <1 ആയിരിക്കണം. അത് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? z plus 1/2 അല്ലേ. ദാറ്റ് ഈസ് മോഡ് z plus 1/2 <1 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ മോഡ് z plus 1 ഷുഡ് ബി <2. ഈ ഒരു കണ്ടീഷനും കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ എഴുതി വെച്ചോളൂ. എന്നാൽ നിങ്ങൾക്ക് 7 മാർക്സ് കംപ്ലീറ്റ് ആയിട്ടും കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇത് 3 മാർക്കിന്റെ ചോദ്യമാണ്. ഫൈൻഡ് ദ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് e raised to z about z equal to pi. അപ്പോൾ ടൈലർ സീരീസ് എക്സ്പാൻഷന്റെ ഫോർമുല ആദ്യം എഴുതാം. f of z is equal to f of z0 plus z minus z0 by 1 factorial into f dash of z0 plus z minus z0 the whole square by 2 factorial into f double dash of z0
പ്ലസ് എക്സെട്ര അങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സെഡ് ആണ്. നമുക്ക് എഫ് ഓഫ് പൈയും കൂടെ കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് ഇ റേസ് ടു പൈ എന്ന് വരും. എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? ഇ റേസ് ടു സെഡിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു സെഡ് തന്നെ. എഫ് ഡാഷ് ഓഫ് പൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ റേസ് ടു പൈ ആയിരിക്കും. അതുപോലെ എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ അതും ഇ റേസ് ടു സെഡ് ആണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് പൈ എന്ന് പറയുന്നതും എന്ത് കിട്ടും? ഇ റേസ് ടു പൈ എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ദെർഫോർ നമ്മുടെ എക്സ്പാൻഷൻ ഇ റേസ് ടു സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു പൈ പ്ലസ് സെഡ് മൈനസ് പൈ by 1 factorial into e raised to pi plus z minus pi the whole square by 2 factorial into e raised to pi plus etc. അങ്ങനെ പോകും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു പൈ ഇങ്ങോട്ട് കോമൺ ആയിട്ട് എടുത്തോളൂ. എന്ത് വരും? 1 പ്ലസ് സെഡ് മൈനസ് പൈ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് സെഡ് മൈനസ് പൈ ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്നങ്ങനെ കിട്ടും അല്ലേ. ഇതാണ് ഇവിടുത്തെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ. 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ഇത്രയും നിങ്ങൾ എഴുതിയാൽ മതി. 4ാമത്തെ ചോദ്യം. 5ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് സെഡ് അബൌട്ട് സെഡ് ഈക്വൽ ടു മൈനസ് ഐ. സെഡ് നോട്ട് ഈക്വൽ ടു മൈനസ് ഐ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ മൈനസ് ഐനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ സെഡ് പ്ലസ് ഐ. സെഡ് പ്ലസ് ഐന്റെ പവർ സീരീസ് ആയിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് സെഡ് എന്നാണ് ഇപ്പോൾ ഉള്ളത്. മോഡിഫൈ ചെയ്യുക. 1 ബൈ 1 പ്ലസ് സെഡ്. നമുക്ക് പ്ലസ് ഐ ആ വേണ്ടത്. അപ്പൊ പ്ലസ് ഐ ഒരു മൈനസ് ഐ. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ബൈ ഈ സെഡ് ഇല്ലാത്ത ടേം, നമുക്ക് ആവശ്യമില്ലാത്ത ടേം എന്ന് പറഞ്ഞത് ഐ ആണ് കേട്ടോ. ആവശ്യമില്ലാത്ത ടേം എന്ന് പറയുമ്പോൾ എന്താണ് വരിക? 1 മൈനസ് ഐ. അല്ലാതെ ഇതിന്റെ കൂടെ ഇല്ലാത്ത ടേം ഉണ്ടാവും. ആവശ്യമില്ലാത്ത ടേം അല്ല. നെക്സ്റ്റ് വരുന്നത് സെഡ് പ്ലസ് ഐ. ഓക്കെ. ഇനി ഇതിനകത്ത് സെഡ് പ്ലസ് ഐനെ നമുക്ക് സെഡ് മൈനസ് ഐനെ ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുക്കാം. സെഡ് മൈനസ് ഐ ആണ് ഇവിടെ ഉള്ളത്. അതിനെ നമ്മൾ ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുക്കും. ഇങ്ങനെ ഔട്ട് സൈഡ് എടുത്താൽ കിട്ടും നമുക്ക് 1 ബൈ 1 മൈനസ് ഐ. ഔട്ട് സൈഡ് എടുത്താൽ ഈ ഫസ്റ്റ് ടേം, ഈ കാണുന്ന ടേം 1 ആയിട്ട് മാറും. പ്ലസ് ഈ ടേം എന്താവും? സെഡ് പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ ആയിട്ട് മാറും. ഓക്കെ. ഇനി ഇതിന് എന്ത് ചെയ്യാം? നമുക്ക് 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു മൈനസ് 1 എന്നുള്ള എക്സ്പാൻഷൻ ഫോർമാറ്റിൽ മുകളിലേക്ക് കൊണ്ടുപോകാം. 1 പ്ലസ് സെഡ് പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ ഹോൾ റേസ് ടു മൈനസ് 1 ആണ്. ഇത് 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു മൈനസ് 1 എക്സ്പാൻഡ് ചെയ്യുന്ന പോലെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ടിൽ 1 മൈനസ് ഐ ഉണ്ടാവും. 1 ബൈ 1 മൈനസ് ഐ ഉണ്ടാവും. 1 മൈനസ് സെഡ് പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ. ഇതാണ് 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. അടുത്ത ടേം സെഡ് പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ ഹോൾ സ്ക്വയർ. അടുത്ത മൈനസ് ആണ് സെഡ് പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ ദ ഹോൾ ക്യൂബ് എക്സെട്ര. അങ്ങനെ പോകും. ഇതാണ് നമ്മൾ ഇവിടുത്തെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ അബൌട്ട് സെഡ് ഈക്വൽ ടു ഐ. സെഡ് ഈക്വൽ ടു മൈനസ് ഐ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. അടുത്തത് 6ാമത്തെ ചോദ്യം നോക്കൂ. ഇതും 7 മാർക്കിന്റെ ചോദ്യമാണ്. ഫൈൻഡ് ദ മാക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ ഓഫ് z പ്ലസ് 2 ബൈ 1 മൈനസ് z സ്ക്വയർ. കണ്ടീഷൻസ് ഒന്നുമില്ല, ഡയറക്റ്റ് എക്സ്പാൻഷൻ ആണ്. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു z പ്ലസ് 2 ബൈ 1 മൈനസ് z സ്ക്വയർ. പക്ഷെ ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എബൌട്ട് 0 ആണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ സെഡിന്റെ പവർ സീരീസ് ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ? മക്ലോറിൻ സീരീസ് അല്ലേ? അബൌട്ട് സെഡ് ഈക്വൽ ടു സെഡ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ സെഡിന്റെ എക്സ്പാൻഷൻ, സെഡിന്റെ പവേഴ്സ് സെഡ് സ്ക്വയർ, സെഡ് ക്യൂബ്, അതൊക്കെയാണ് വരേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. z പ്ലസ് 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് z ഇൻറ്റു 1 പ്ലസ് z. അപ്പോൾ ഇവിടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക്. a ബൈ 1 മൈനസ് z പ്ലസ് b ബൈ 1 പ്ലസ് z. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ആ എയും ബിയും നമ്മൾ കണ്ടുപിടിക്കണം. എയും ബിയും കണ്ടുപിടിക്കാൻ നിങ്ങൾ പ്ലസ് 2 പാർഷ്യൽ ഫ്രാക്ഷൻ പഠിച്ചപ്പോൾ കുറേ മെത്തേഡുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയറിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഈ 1 മൈനസ് സെഡിന്റെ മുകളിൽ എക്ക് പകരം നമ്മൾ എഴുതുന്നത് ഈ എക്സ്പ്രഷനിൽ, നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഈ എക്സ്പ്രഷനിൽ z ഈക്വൽ ടു 1 കൊടുത്ത്, ഇവിടെ കൊടുക്കരുത്, ബാക്കിയുള്ളടത്ത് കൊടുക്കുക. ഇവിടെ എന്താണോ z ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്, ഈ ഡിനോമിനേറ്റർ 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? z ഈക്വൽ ടു 1 അല്ലേ? ആ 1 എടുത്ത് ഇവിടെ കൊടുക്കുക മുകളിൽ. ഇതിൽ കൊടുക്കരുത്, 1 മൈനസ് സെഡിൽ കൊടുക്കരുത്. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആയി പോകട്ടോ. ഇവിടെ കൊടുക്കുമ്പോൾ 1 പ്ലസ് 2, ഓക്കെ, ഡിവൈഡഡ് ബൈ ഇതിൽ മാത്രമേ കൊടുക്കാവൂ 1 പ്ലസ് 1. ഓക്കെ. പിന്നെ അടുത്തത് ബിക്ക് പകരം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് z ഈക്വൽ ടു -1 ആണ് ഇതിനകത്ത് കൊടുക്കേണ്ടത്. അത് ഇതിൽ കൊടുക്കരുത്, ബാക്കി 2 ടേമുകളിലും. ഇതിൽ 2 മാത്രം കൊടുക്കുക. എന്ത് വരും? -1 പ്ലസ് 2 ഡിവൈഡഡ് ബൈ -1 മൈനസ് 1. സോറി, 1 മൈനസ് -1 അല്ലേ? 1 മൈനസ് -1, സോറി, 1 മൈനസ്
മൈനസ് 1. അപ്പോൾ 1 പ്ലസ് 1 എന്ന് വരും. ഡിവൈഡഡ് ബൈ 1 പ്ലസ് സെഡ്. അതായത് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് 3/2 ഇൻറ്റു 1/1 മൈനസ് സെഡ് എന്ന് കിട്ടും. പ്ലസ് ഇതെന്താ വരിക 1/2. 1/2 ഇൻറ്റു 1/1 പ്ലസ് സെഡ് എന്നും കിട്ടും. ഇനി ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. 3/2 ഇൻറ്റു 1 മൈനസ് സെഡ് ഹോൾ റേസ് ടു -1 പ്ലസ് 1/2 ഇൻറ്റു 1 പ്ലസ് സെഡ് ഹോൾ റേസ് ടു -1. രണ്ടും എക്സ്പാൻഷൻ കൊടുക്കുക. 3/2 ഇൻറ്റു 1 പ്ലസ് സെഡ് പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് സെഡ് ക്യൂബ് പ്ലസ് എക്സെട്ര അങ്ങനെ പോവും. ഒക്കെ പ്ലസ് ആണ്. ഇത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് മൈനസും പ്ലസും വരും. 1 മൈനസ് സെഡ് പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് സെഡ് ക്യൂബ് പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. ഇനി ഒന്ന് എക്സ്പാൻഡ് ചെയ്തോളൂ. 3/2 ഈ ബ്രാക്കറ്റിനകത്ത് 3/2 മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് 3/2 സെഡ് പ്ലസ് 3/2 സെഡ് സ്ക്വയർ പ്ലസ് 3/2 സെഡ് ക്യൂബ് പ്ലസ് എക്സെട്ര. ഇവിടെ 1/2 മൾട്ടിപ്ലൈ ചെയ്തോളൂ ബ്രാക്കറ്റിനകത്തേക്ക്. 1/2 മൈനസ് Z/2 പ്ലസ് സെഡ് ക്യൂബ് സെഡ് സ്ക്വയർ ബൈ 2 മൈനസ് സെഡ് ക്യൂബ് ബൈ 2 എക്സെട്ര അങ്ങനെ പോകും. ഇനി ഇത് കമ്പൈൻ ചെയ്യുക. 3/2 പ്ലസ് 1/2 2 അല്ലേ. ഇനി 3/2 സെഡ് മൈനസ് 1/2 സെഡ് 1 സെഡ് അല്ലേ. പ്ലസ് 3/2 സെഡ് സ്ക്വയർ പ്ലസ് 1/2 സെഡ് സ്ക്വയർ 2 സെഡ് സ്ക്വയർ. 3/2 സെഡ് ക്യൂബ് മൈനസ് 1/2 സെഡ് ക്യൂബ് പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. ഇതായിരിക്കും ഇതിന്റെ എക്സ്പാൻഷൻ. 7 മാർക്കിന്റെ ചോദ്യമാണ് എഗെയിൻ ഇതും. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടും പഠിക്കുക. ഇത് റിവിഷൻ ആയിട്ട് നിങ്ങൾ കണക്കാക്കുക. ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. നമ്മുടെ ചാനലിൽ 70% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്തോളൂ, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ. റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.